ഹായ് എല്ലാവർക്കും സൈറ ലേണിംഗ്സിലേക്ക് സ്വാഗതം. നമ്മുടെ 13ാമത്തെ ടെസ്റ്റ് പേപ്പർ അല്ലെ നമ്മുടെ ജൂൺ 2025 നെറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ 13ാമത്തെ ടെസ്റ്റ് പേപ്പർ നമ്മൾ ഇട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം നമ്മൾ കറക്റ്റ് ആയിട്ട് എക്സാക്ട്ലി നമ്മളൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇട്ടിരുന്നത്. സോ അപ്പൊ അതെങ്ങനെ നമുക്ക് ആൻസർ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. സോ റെഡി അല്ലേ? അപ്പൊ ആദ്യം ഡാറ്റ ഇന്റർപ്രിട്ടേഷന്റെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്താണ് ടേബിളിൽ തന്നിരിക്കുന്നത്? 2021 2022 അല്ലെ എ മുതൽ ഇ വരെയുള്ള ഡിഫറെന്റ് മോഡലുകളുടെ പെർസെന്റേജ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. മൊബൈൽ ഫോൺസ് ആണ് എ മുതൽ ഇ വരെയുള്ള ഡിഫറെന്റ് മോഡൽസിന്റെ പെർസെന്റേജ് ഡിസ്ട്രിബ്യൂഷൻ ആണ് തന്നിരിക്കുന്നത് അല്ലെ. കമ്പനി 2021 പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് മൊത്തം എത്രയാണ്? 4,50,000 മൊബൈൽ ഫോൺസും 2022 5,20,000 മൊബൈൽ ഫോൺസ് ആണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അല്ലെ. എന്നിട്ട് അതിൽ എ എന്ന് പറയുന്ന മോഡൽ 15% 2021 മാനുഫാക്ചർ ചെയ്തു അല്ലെ. ബി 25% അങ്ങനെയാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഓരോ ചോദ്യങ്ങൾ അനുസരിച്ച് നമ്മൾ അത് ചെയ്യണം എന്നുള്ളതാണ് ചെയ്യേണ്ടത് അല്ലെ. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ നമ്പർ ഓഫ് മോഡൽ സി മൊബൈൽ ഫോൺസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ കമ്പനി ഇൻ ദ ഇയേഴ്സ് 2021 ആൻഡ് 2022 അല്ലെ. മോഡൽ സിയുടെ ആണ് കാണേണ്ടത് അല്ലെ. അപ്പൊ മോഡൽ സി 2021 30%. എന്തിന്റെ 30%? 4,80,000 30%. എത്രയായിരിക്കും 4,50,000 30%? 4,50,000 10% എന്ന് പറഞ്ഞാൽ 45,000 ആണ്. അപ്പൊ 30% എന്ന് പറയുമ്പോൾ 45,000 into 3 അല്ലേ? 40 into 3 അല്ലെ. 45,000 into 3 അല്ലെ. അപ്പൊ എത്രയായിരിക്കും 45,000 into 3? 40,000 into 3 1,20,000. 5,000 into 3 എത്രയാണ്? 15,000 അല്ലെ. അപ്പൊ അങ്ങനെ 1,20,000 15,000 കൂടെ കൂട്ടി 1,35,000 ആയിരിക്കും 2021 പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവുക. 2022 25%. എന്തിന്റെ? 5,20,000 ആണ് 2022 മൊത്തം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതിന്റെ 25% സി മോഡലാണ് അല്ലെ. അപ്പൊ എത്രയാണ്? 5,20,000 25%? പകുതിയുടെ പകുതി അല്ലെ. 50% എന്ന് പറയുമ്പോൾ പകുതി, അതിന്റെയും പകുതിയാണ് 25%. 5,20,000 പകുതി എത്രയാ? 2,60,000. അതിന്റെ പകുതി എത്രയാ? 1,30,000 അല്ലെ. അപ്പൊ 1,35,000 ആയിരുന്നു എപ്പോ 2021 ഉണ്ടാക്കിയിരിക്കുന്നത്. 2022 1,30,000 ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഡിഫറൻസ് എത്രയാ? 1,30,000 മൈനസ് 30,000 1,30,000 5,000 ആണ് ഡിഫറൻസ് അല്ലെ. സോ അപ്പൊ എത്രയായിരിക്കും ആൻസർ? ഓപ്ഷൻ എ 5,000 ആയിരിക്കും ഇവിടുത്തെ ആൻസർ. സിമ്പിൾ അല്ലെ. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകുമ്പോൾ എന്താണ് ചോദ്യം? If 85% of the number of Model E mobile phones produced by the company during 2021 and 2022 were sold, then how many Model E mobile phones were left unsold by the company എന്നാണ് ചോദ്യം. അപ്പോ 2021 പ്രൊഡ്യൂസ് ചെയ്തും 2022 പ്രൊഡ്യൂസ് ചെയ്തതിന്റെയും 85% മൊബൈൽ ഫോൺസ് ഇ എന്ന് പറയുന്ന സംഭവത്തിന്റെ വിറ്റുപോയിട്ടുണ്ട് അല്ലെ. അപ്പൊ എത്ര എണ്ണമാണ് ബാക്കി നിൽക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? നമുക്ക് എത്ര എണ്ണം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നു ഓരോ വർഷത്തിൽ നമുക്ക് ആദ്യം നോക്കാം. 2021 4,50,000 20% എത്രയാണ്? 45,000 into 2 10% 45,000 ആയിരിക്കും. 20% എന്ന് പറയുമ്പോൾ അതിന്റെ ഇരട്ടി എത്ര വരാ? 90,000 അല്ലെ. 90,000 മൊബൈൽ ഫോൺ ഈ ആണ് 2021 പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. 2022 5,20,000 10%. 5,20,000 10% എത്രയാ? 52,000 ആയിരിക്കും അല്ലെ. അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ ടോട്ടൽ എത്ര എണ്ണം പ്രൊഡ്യൂസ് ചെയ്ത് നോക്കിക്കേ. ടോട്ടൽ 0,0,0,2 1,42,000 മൊബൈൽ ഫോൺസ് ടോട്ടൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് 2021 22 കൂടെ ചേർത്തത്. ഇനി അതിലെ 85% വിറ്റഴിച്ചു എന്നാ പറഞ്ഞത്. ഈ ടോട്ടൽ ഉള്ളതിന്റെ 1,42,000 85% വിറ്റഴിച്ചു. അപ്പൊ ബാക്കി നിൽക്കുന്ന എത്ര ശതമാനമായിരിക്കും? 15% ആയിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ ഈ 1,42,000 15% എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി അല്ലെ. ആയിരിക്കും 1,42,000 15%. 1,42,000 10% എത്രയാ? 1,42,000 10% എന്ന് വെച്ച് കഴിഞ്ഞാൽ 14,200 അല്ലെ. 5% എന്ന് പറയുമ്പോൾ ഇതിന്റെ പകുതി ആയിരിക്കില്ലേ. 10% 14,200 ആണെങ്കിൽ അതിന്റെ പകുതി ആയിരിക്കും 5% അല്ലെ. പകുതി എത്രയാ? 7,100. സോ രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര വരിക? 0,0,3 അല്ലെ. 7 4 11 ബാക്കി 1 21,300 എണ്ണായിരിക്കും അവിടെ അൺസോൾഡ് ആയിട്ട് കിടക്കുന്നുണ്ടാവും. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു അല്ലെ ഇതെല്ലാം. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? If the number of Model A mobile phones produced by the company in 2022 was the same as that in 2021, അല്ലെ, then what would have been its approximate percentage share in the total production of 2022 എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ മോഡൽ എ മൊബൈൽ ഫോൺസ് 2022 പ്രൊഡ്യൂസ് ചെയ്ത് അതേ എണ്ണം തന്നെയാണ് 2021 പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ എങ്കിൽ 2021 പ്രൊഡ്യൂസ് അത്ര തന്നെയാണ് 2022 പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ എത്രയായിരിക്കും 2022? അത് 10% ആണെന്ന് നമുക്ക് ഇവിടെ അറിയാം. പക്ഷെ
ശരിക്കും എത്രയായിരിക്കും അവിടെ വരിക എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണ്? 2021 എത്ര എണ്ണം പ്രൊഡ്യൂസ് ചെയ്തു മൊബൈൽ ഫോൺ എ എന്നുള്ളത് നോക്കണം അല്ലെ. മോഡൽ എ എത്ര എണ്ണം പ്രൊഡ്യൂസ് ചെയ്തു? 15%. എന്തിന് 15%? 4,50,000-ന് 15%. എത്രയാണ് 4,50,000-ന്റെ 10%? 45,000 അല്ലെ. അപ്പൊ അതിന്റെ പകുതി ആയിരിക്കുമല്ലോ 5%. 5% എത്രയായിരിക്കും? 45,000-ന്റെ പകുതി 22,500. സോ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര വരിക? 0,0,5 അല്ലെ 7, 6 67,500 മൊബൈൽ ഫോൺസ് ആയിരിക്കും അവിടെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവുക. 67,500 മൊബൈൽ ഫോൺസ് ആയിരിക്കും ഇപ്പോ 2021 പ്രൊഡ്യൂസ് ഉണ്ടാവുക. 2022 ഇതേ 67,500 ആണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ടോട്ടൽ എത്ര എണ്ണത്തിലാണ്? 5,20,000-ൽ എത്രയാണ്? 67,500 തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ അതിന്റെ പെർസെന്റേജ് ഷെയർ എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം അല്ലെ. നമുക്ക് എന്തൊക്കെ ചെയ്യാം? ഇവിടെ നമുക്കറിയാം ഈ 2,0 വെട്ടിപ്പോവും. എഗെയിൻ ഈ 2,0 വെട്ടിപ്പോവും. 675-ൽ 52 എത്ര പ്രാവശ്യം പോകും നോക്കിയാൽ മതി അല്ലെ. നമുക്കറിയാം 67-ൽ 52 ഒരു പ്രാവശ്യം പോകും അല്ലെ. 67-ൽ 52 പോയാൽ ബാക്കി എത്ര ഉണ്ടാവുക? 15 അല്ലേ ഉണ്ടാവുക അല്ലെ. 15 അപ്പൊ 155 അപ്രോക്സിമേറ്റ് പെർസെന്റേജ് ആണ് നമുക്ക് വേണ്ടത്. 155 എന്ന് പറയുമ്പോൾ 52 ഇൻറ്റു എത്ര ഗുണിക്കുമ്പോഴായിരിക്കും 155 കിട്ടുക? ഏകദേശം 3 ഗുണിക്കുമ്പോഴായിരിക്കും. അപ്പൊ എത്രയായിരിക്കും അവിടുത്തെ പെർസെന്റേജ്? 13% ആയിരിക്കും അവിടെ വരിക. അതായത് നമ്മൾ ചെയ്തത് ഇങ്ങനെയാണ്. 2021 പ്രൊഡ്യൂസ് ചെയ്ത അതേ നമ്പർ ഓഫ് മോഡൽ എ ആണ് 2022 പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ എത്ര പെർസെന്റേജ് ആയിരുന്നു അവിടുത്തെ പെർസെന്റേജ് ഷെയർ എന്നുള്ളതാണ് ചോദ്യം. 2021 4,50,000-ൽ 15% എ എന്ന് പറയുന്ന മോഡൽ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ കണ്ടുപിടിച്ചു 67,500 ആണ്. സപ്പോസ് 2022-ലും അതേ 67,500 ആണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ അതായത് 5,20,000-ന്റെ എത്ര ശതമാനമാണ് 67,500 എന്ന് കണ്ടുപിടിച്ചാൽ മതി. 5,20,000 ആണ് മൊത്തത്തിൽ 2022-ൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. സോ അങ്ങനെയാണെങ്കിൽ 5,20,000-ന്റെ എത്ര ശതമാനമാണ് 67,500 നോക്കി അപ്രോക്സിമേറ്റ്ലി എത്ര പെർസെന്റേജ് ആണ്? 13%. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ദ നമ്പർ ഓഫ് മൊബൈൽ ഫോൺസ് ഓഫ് മോഡൽ ബി ഇൻ ദ ഇയർ 2022 അല്ലെ. 2022-ൽ മോഡൽ ബിയിൽ ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അത് എത്ര ശതമാനമാണ്? 30%. Is dash percentage more than the number of model D mobile phones in the year 2021 അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം 2021-ൽ 10% എന്തിന്റെ? 4,50,000 അല്ലെ. അത് എത്ര വരിക? 45,000 ആണെന്ന് നമുക്കറിയാം അല്ലെ. സോ 45,000 മൊബൈൽ ഫോൺസ് ഡി എന്ന് പറയുന്ന മോഡൽ 45,000 ആണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. 2022-ൽ 5,20,000-ന് 30%. എത്രയാണ് 5,20,000-ന് 30%? 5,20,000-ന്റെ ശതമാനം 52,000. 30% എന്ന് പറയുമ്പോൾ 50,000 ഇൻറ്റു 3 1,50,000. 2,000 ഇൻറ്റു 3 6,000 അല്ലെ. അപ്പൊ അങ്ങനെ 1,56,000 ആയിരിക്കും അവിടെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സോ എത്രയാണ് ഇവർ തമ്മിലുള്ള ഡിഫറൻസ്? ഡേഷ് പെർസെന്റേജ് മോർ ദാൻ എന്നാണല്ലോ പറഞ്ഞത്. അപ്രോക്സിമേറ്റ്ലി ഡേഷ് പെർസെന്റേജ് മോർ ദാൻ. നമ്മൾ ഡിഫറൻസ് കാണണം അല്ലെ. അപ്പൊ 1,56,000-ന് നമ്മൾ എത്ര കുറയ്ക്കണം? 45,000 കുറയ്ക്കണം. സോ അപ്പൊ എത്ര കിട്ടും? 0, 0, 0 അല്ലെ. 6 പോയ 1, 1 then 1 1,10,000 ആയിരിക്കും ഡിഫറൻസ്. ഈ 1,10,000 എന്ന് പറയുന്നത് 45,000-ന്റെ എത്ര ശതമാനമാണെന്നുള്ളതാണ് ചോദ്യം അല്ലെ. 45,000-ന് എത്ര ശതമാനം എന്നുള്ളതല്ലേ ചോദ്യം. ഒന്നുകിൽ ഇതിന് വെട്ടിച്ചെറുതാക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 45,000-ന്റെ ഇരട്ടി എത്രയാ? 200% അല്ലെ. അതായത് 45,000 എന്ന് പറയുമ്പോൾ 100%. അതിന്റെ ഇരട്ടി 90,000 എന്ന് വെച്ചുമ്പോൾ 200% വരുമ്പോ തന്നെ എത്രയായി? 1,10,000-ന് അടുത്തെത്തി. ഇനി എത്രയും കൂടെ വേണം? ഒരു 20,000 കൂടെ ചേർന്നാലാണ് നമുക്ക് എന്ത് കിട്ടുക? 200% ആണ്. 20,000 കൂടെ വന്നാലാണ് 1,10,000 കിട്ടും. 45,000-ന് എത്രയായിരിക്കും 20,000 എന്ന് പറയുന്നത്? 20,000 എന്ന് പറയുന്നത് 45,000-ന്റെ പകുതി എത്രയാ? 50% എത്രയാ? 22,500 ആണ് അല്ലെ. 45,000-ന് 50% എന്ന് പറയുമ്പോൾ 22,500 ആണ്. സോ അത്രയും വേണം. അപ്പൊ 50-നേക്കാൾ കുറവ്. 200 പ്ലസ് 50-നേക്കാൾ കുറവ് 40 ആണോ? കറക്റ്റ് 40 ആണോ? ഇല്ല. കാരണം 4,500 ആണ് എത്ര? 10%. അപ്പൊ 40% എന്ന് പറയുമ്പോൾ 4,500 ഇൻറ്റു 40 അല്ലെ. എത്ര വരിക? 4 20 ബാക്കി 4 16 18 18,000 വരുള്ളൂ അല്ലെ. സോ 20,000 വരണം. അപ്പൊ എന്തായാലും 240 അല്ലാന്ന് ക്ലിയർ ആണ്. കാരണം 200 പ്ലസ് 40 പോരാ. അപ്പൊ എത്രയായിരിക്കും വരിക? 47. ദാറ്റ് മീൻസ് 247% ആയിരിക്കും അവിടെ മൊബൈൽ ഫോൺ മോഡൽ ബി എന്ന് പറയുന്നത്. 2022-ൽ പ്രൊഡ്യൂസ് ചെയ്ത മോഡൽ ബി എന്ന് പറയുന്ന മൊബൈൽ ഫോൺസ് മോഡൽ ഡി 2021-ൽ പ്രൊഡ്യൂസ് ചെയ്ത മോഡൽ ഡിനേക്ക് എത്ര പെർസെന്റേജ് കൂടുതലാണ് എന്ന് ചോദിച്ചാൽ എത്ര പെർസെന്റേജ് കൂടുതലാണ്? 247% കൂടുതലാണ്. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ നമ്പർ ഓഫ് മൊബൈൽ ഫോൺസ് ഓഫ് മോഡൽ സി ഡി ആൻഡ് ഇ ഇൻ ദ ഇയർ 2022 ടു ദ നമ്പർ ഓഫ് മൊബൈൽ ഫോൺസ് ഓഫ് ബി സി ഡി ഇൻ ദ ഇയർ 2021? സിയും ഡിയും ഇയും
2022 സിയും ഡിയും ഇയും ഏതൊക്കെയാണ്? 25%, 25%, 10%. ടോട്ടൽ അപ്പൊ എത്ര ശതമാനം? അതായത് നമ്മൾ എല്ലാം കണ്ടുപിടിക്കുന്ന എന്തിന് തന്നെയാണ്? 2022 ടോട്ടൽ പ്രൊഡ്യൂസ് ചെയ്ത 5,20,000-ന്റെ 25% പ്ലസ് 5,20,000-ന്റെ 25% പ്ലസ് 5,20,000-ന്റെ 10% കൂട്ടുന്നതിന് പകരം 25, 25, 50, 10, 60% നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലെ? സോ 5,20,000-ന്റെ 60%. 5,20,000-ന്റെ 60% എത്രയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടേ? യെസ്, എങ്ങനെ കണ്ടുപിടിക്കും? 5,20,000-ന്റെ 50% എത്രയായിരിക്കും? 2,60,000 ആയിരിക്കും അല്ലെ? ആ 2,60,000-ത്തിനൊപ്പം 10% എത്രയായിരിക്കും? 52,000 ആയിരിക്കും. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടാൻ നോക്കി? 0, 0, 0 അല്ലെ? 2, 6, 5, 11 ബാക്കി 1 3,12,000 എന്ന് കിട്ടും. അപ്പൊ ടോട്ടൽ 3,12,000 ആണ് അവിടുത്തെ കണക്ക്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? 2021 BCD അല്ലെ? അപ്പൊ 2021 ബിയിൽ 25%, സിയിൽ 30%, ഡിയിൽ 10%. കൂട്ടുമ്പോൾ എത്ര കിട്ടാ? 25, 30, 55, 10, 65%. എന്തിന്റെ 65%? 4,50,000-ന്റെ 65% അല്ലെ? 4,50,000-ന്റെ 65% നമുക്ക് കാണണം. 4,50,000-ന്റെ 65%. സോ എങ്ങനെ കണ്ടുപിടിക്കും? എത്രയാണ് 4,50,000-ത്തിന് 50%? 50% എന്ന് പറയുമ്പോൾ 2,25,000 ആയിരിക്കും അല്ലെ? സോ 2,25,000 പ്ലസ് 15% എന്ന് പറയുമ്പോൾ 10%-വും 5% കൂടെ കൂട്ടിയാൽ പോരെ? അതായത് 50% 2,25,000, 10% കൂട്ടുമ്പോൾ 60%, ഒരു 5% കൂടെ കൂടുമ്പോൾ 65%. എത്രയായിരിക്കും? 10% 45,000 അല്ലെ? 5% എത്രയായിരിക്കും? 5% എന്ന് പറയുമ്പോൾ 22,500 ആയിരിക്കും. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടാൻ നോക്കി? 0, 0 അല്ലെ? 5, പിന്നെ 5, 5, 10, 2, 12 ബാക്കി 1, 4, 2, 6, 6, 7, 2, 9, 2,92,500 ആയിരുന്നു. അപ്പൊ 3,12,000-ഉം 2,92,500-ഉം തമ്മിലുള്ള റേഷ്യോ ആണ് നമുക്ക് കാണുന്നത്. സോ അവിടെ നമുക്കറിയാം രണ്ട് പൂജ്യങ്ങൾ ഓൾറെഡി വെട്ടിപ്പോവും. ഇതിൽ രണ്ടിൽ എന്ത് പോവും? 5 പോവും. അപ്പൊ 31-ൽ 5 6 പ്രാവശ്യം, 5 6 30 ബാക്കി 12 എന്ന് പറയുമ്പോൾ എത്ര പ്രാവശ്യം പോവും? ഈ 5 10 അല്ലെ? ബാക്കി 4 624 അല്ലെ? 2,925-ലോ 5 25 ബാക്കി 4 അല്ലെ? 42-ൽ 8 40 ബാക്കി 2 25-ൽ 5 പ്രാവശ്യം 624 585. സോ നമുക്കിത് കൂട്ടി നോക്കുമ്പോൾ 6 8 4 12 5 8 13 5 18 രണ്ടിൽ എന്ത് പോകുന്നു മനസ്സിലായി? 3 പോവും എന്ന് മനസ്സിലായി. ഈ 3 വെച്ച് നമുക്ക് വെട്ടി ചെറുതാക്കാം അല്ലെ? 624-ൽ 3 1 അല്ല 2 അല്ലെ? 23 6 രണ്ടിൽ പോവില്ല 0 4 24 ഇത്രാവശ്യം 8 പ്രാവശ്യം 208 585-ലോ 3 1 3 3 ബാക്കി 2 ശേഷം 28-ൽ 9 3 27 ബാക്കി 15 എന്ന് പറയുമ്പോൾ 3 15 195 അല്ലെ? അപ്പൊ 208 195 വരും. ഇനി ഇതിൽ എന്താ കോമൺ ആയിട്ട് പോവാ? ഇത് രണ്ടിലും കോമൺ ആയിട്ട് പോകുന്നത് എത്രയാ? 13 പോവും. നോക്കിക്കേ 13 പോവില്ലേ? പോവും. അതായത് 195-ൽ 13 എത്ര പ്രാവശ്യം നോക്കിക്കേ? 1 13 ബാക്കി 6 ശേഷം 65-ൽ 5 പ്രാവശ്യം. സോ അവിടെയോ 208-ലോ 208-ല് 1 13 ബാക്കി 7 ശേഷം 78-ൽ 6 പ്രാവശ്യം. സോ ദ ഫൈനൽ ആൻസർ ഈസ് 16:15 ആയിരിക്കും ഇവിടുത്തെ ആൻസർ. ഓക്കെ, 16:15 ആയിരിക്കും ഇവിടുത്തെ ആൻസർ ആയിട്ട് വരും. സോ ഇതില് നമുക്ക് 3,12,000 മുകളിലും 2,92,500 താഴെയും വരുമ്പോൾ തന്നെ നമുക്ക് ഉറപ്പാണ് എന്താണ് വരിക? മുകളിൽ വലുതും വരും താഴെ ചെറുതും വരും എന്നുള്ള സാധനം ക്ലിയർ ആണ് അല്ലെ? അപ്പൊ നമുക്ക് മുകളിൽ വലുത് താഴെ ചെറുത് എന്ന് പറയുന്ന ഓപ്ഷൻ നോക്കുമ്പോൾ ഇതൊഴിച്ച് ബാക്കി എല്ലാത്തിലും മുകളിൽ വലുത്, ദാറ്റ് മീൻസ് ആദ്യത്തെ സാധനം വലുത് രണ്ടാമത്തെ ചെറുതുമാണ്. സോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ 14:15 എല്ലാം നമുക്ക് ഉറപ്പിക്കാം അല്ലെ? പിന്നെ ഈ താഴെ 15 എന്നുള്ള ഒരു സാധനം കിട്ടുമ്പോൾ തന്നെ നമുക്ക് വേണമെങ്കിൽ മുകളിലത്തെ 16 ചെയ്ത് നോക്കണം എന്നില്ല, 16:15 ആണെന്ന് എഴുതാൻ വേണ്ടി പറ്റുകയും ചെയ്യും. ഓക്കെ അല്ലെ? അടുത്ത ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആയിരുന്നു? നമ്മുടെ ഒരു സീരീസ് ആണ് തന്നിരിക്കുന്നത് അല്ലെ? 11 13 ആയി, 13 17 ആയി അല്ലെ? അപ്പൊ നമുക്കറിയാം 11-ന്റെ ഒപ്പം 2 കൂട്ടിയാലാണ് 13 കിട്ടുക, 13-ന്റെ ഒപ്പം 4 കൂട്ടിയാലാണ് 17 കിട്ടുക, 17-ന്റെ ഒപ്പം 2 കൂട്ടിയാൽ 19 കിട്ടും, 19-ന്റെ ഒപ്പം 4 കൂട്ടിയാൽ 23 കിട്ടും അല്ലെ? അടുത്തത് എന്തായിരിക്കും ചെയ്യേണ്ടി വരിക? നമ്മൾ ഈ ഒരു ഇതനുസരിച്ച് ആദ്യം 2 കൂട്ടി പിന്നെ 4 കൂട്ടി പിന്നെ 2 കൂട്ടി പിന്നെ 4 കൂട്ടി അടുത്ത് എന്താ കൂട്ടേണ്ടി വരിക? 2 കൂട്ടേണ്ടി വരും അല്ലെ? അപ്പൊ 23 + 2 25 ആയിരിക്കും അവിടെ വരിക. 25-നോടൊപ്പം 4 കൂട്ടുമ്പോഴായിരിക്കും 29 കിട്ടുക അല്ലെ? സോ കറക്റ്റ് ആണല്ലേ? പിന്നെ അടുത്ത 2 കൂട്ടിയപ്പോൾ 31 കിട്ടി. അപ്പൊ കറക്റ്റ് ആണ്. എന്താണ് വരേണ്ടത്? 23 + 2 25 ആണ് അവിടെ വരേണ്ടത്. ക്ലിയർ അല്ലേ? അടുത്ത the present age of the father of a boy is twice the age of the boy. അച്ഛന്റെ വയസ്സ് എത്രയാണ്? ഫാദറിന്റെ വയസ്സ് മകന്റെ വയസ്സിനേക്കാൾ 2 ഇരട്ടിയാണ്. 6 years later the ratio of their ages will be 11:6. 6 years later എന്ന് പറയുമ്പോൾ 6 വർഷങ്ങൾക്ക് ശേഷം. അപ്പൊ F plus
6 ഡിവൈഡഡ് ബൈ ആരുടെ എസ് പ്ലസ് 6 സണ്ണിന്റെ വയസ്സും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടണം നമുക്ക് 11:6 എന്ന് കിട്ടണം. അപ്പൊ 11/6 കിട്ടണം. നമുക്ക് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2s ആണ് നമുക്കറിയാലോ. അപ്പോ നമുക്ക് അവിടെ എഫിന് പകരം 2s എന്ന് കൊടുക്കാം. 2s plus 6 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 6 ഈക്വൽ ടു എത്രയെന്ന് കിട്ടും 11/6 എന്ന് കിട്ടും. സോ ഇതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 6 ഇങ്ങോട്ടും പോരട്ടെ എസ് പ്ലസ് 6 ഇങ്ങോട്ടും പോരട്ടെ. അപ്പൊ എന്ത് വരും 6 ഇൻറ്റു 2s plus 6 ഈക്വൽ ടു എന്താ അപ്പുറത്ത് വരാം 11 ഇൻറ്റു എസ് പ്ലസ് 6 വരും. ഇതിന് ഓപ്പൺ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും വരിക 6 ഇൻറ്റു 2s എത്രയാണ് 12s അല്ലെ 6 ഇൻറ്റു 6 എത്രയാ 36 അല്ലെ ഈക്വൽ ടു 11 ഇൻറ്റു എസ് എന്ന് പറയുമ്പോൾ 11s പ്ലസ് 11 ഇൻറ്റു 6 എത്രയാ 36. സോ എന്ത് ചെയ്യാം 11s ഇങ്ങോട്ടും വരട്ടെ 36 അങ്ങോട്ടും പോരട്ടെ അല്ലെ. അപ്പൊ എന്ത് വരും 12s മൈനസ് 11s ഇസ് ഈക്വൽ ടു 66 മൈനസ് 36 എത്ര വരിക 12s മൈനസ് 11s വെറും എസ് അല്ലെ 66 മൈനസ് 36 30 അല്ലെ. അപ്പൊ സണ്ണിന്റെ ഇപ്പോഴത്തെ ഏജ് എത്രയായിരിക്കും 30 വയസ്സായിരിക്കും സണ്ണിന്റെ ഇപ്പോഴത്തെ ഏജ്. ക്ലിയർ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ an amount of rupees 2040 is to be divided among 3 friends xyz. The friend z is to be given 2/3 of what y has to be given അല്ലെ. അതായത് സെറ്റിന് എന്ത് കൊടുക്കണം yക്ക് എന്ത് കൊടുത്തോ അതിന്റെ 2/3 ഭാഗം കൊടുക്കണം. സോ 2/3 of y and y has to be given 1/4 of what x അല്ലെ. എക്സിന് എന്ത് കൊടുത്തോ അതിന്റെ 1/4 കാൽ ഭാഗമാണ് നമ്മൾ yക്ക് കൊടുക്കുന്നത് അല്ലെ 1/4 of x ആണ് നമ്മൾ കൊടുക്കുക. സോ ഹൗ മച്ച് മണി വിൽ y റിസീവ് എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് ഇവിടുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ y ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ സെറ്റ് ഇങ്ങോട്ട് വരട്ടെ 2/3 ഇങ്ങോട്ട് പോരട്ടെ. അപ്പൊ എന്ത് വരും ഇവിടെ y ബൈ സെറ്റ് എന്ന് വരും. ഓക്കെ എന്താ കിട്ടുക 2/3 ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്ത് കിട്ടും 3/2 എന്ന് കിട്ടും. ദാറ്റ് മീൻസ് y ഈസ് ടു സെറ്റ് എന്ന് പറയുന്ന റേഷ്യോ y ഉം സെറ്റും തമ്മിലുള്ള റേഷ്യോ എത്രയാണ് 3:2 ആണ്. സോ എക്സും വൈ തമ്മിലുള്ള റേഷ്യോ കിട്ടില്ലേ. അതായത് y അങ്ങോട്ട് പോരട്ടെ 1/4 ഇങ്ങോട്ടും പോരട്ടെ. അപ്പൊ എന്ത് വരും എക്സ് ബൈ വൈ ഇസ് ഈക്വൽ ടു എന്താ കിട്ടാ നോക്കി എക്സ് ബൈ വൈ ഇസ് ഈക്വൽ ടു 1/4 ഇപ്പുറത്തേക്ക് വരുമ്പോൾ 4/1 ദാറ്റ് ഈസ് എക്സ് ഈസ് ടു വൈ എന്ന് പറയുമ്പോൾ എത്രയാണ് റേഷ്യോ വരിക 4:1. ദെൻ നമുക്കറിയാം ഇങ്ങനെ രണ്ട് റേഷ്യോ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എക്സ് ഈസ് ടു വൈ ഈസ് ടു സെഡ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം എക്സും വൈയും സെഡും നമ്മൾ ഇങ്ങനെ എഴുതും. എന്നിട്ട് എക്സ് ഈസ് ടു വൈയിൽ എത്രയായിരുന്നു 4:1 അല്ലെ. ദെൻ y ഈസ് ടു സെഡ് എന്ന് പറയുന്നത് എത്രയായിരുന്നു 3:2. അപ്പൊ 3 വൈക്ക് താഴെയും സെഡിന് താഴെ 2 എഴുതി. ഇനി എന്ത് ചെയ്യുന്നു നമ്മൾ ഗാ ടൈപ്പിൽ ഗുണിക്കുന്നു 4 ഇൻറ്റു 3 12 പിന്നെ 3 ഇൻറ്റു 1 3 പിന്നെ 1 ഇൻറ്റു 2 2. സോ 12:3:2 ആണ് ഇവിടുത്തെ റേഷ്യോ വരിക അല്ലെ 12:3:2 ആണ് എക്സിനും വൈക്കും സെഡിനും നമ്മൾ റേഷ്യോ. ഇനി വൈക്ക് എത്ര കിട്ടിയെന്ന് എങ്ങനെ കണ്ടുപിടിക്കും അതായത് മൊത്തം നമ്മള് 2040 12 പ്ലസ് 3 പ്ലസ് 2 ഇതിനെ 7 പാർട്ടാക്കുന്നു. 12 3 15 2 17 പാർട്ടാക്കുന്നു. അതിൽ 3 പാർട്ട് വായിക്കുന്നതാണ്. സോ അപ്പൊ 3/17 ഇൻറ്റു 2040 എത്രയായിരിക്കും കിട്ടാൻ നോക്കിക്കേ 17 20 ഒരു പ്രാവശ്യം ബാക്കി 3 34 രണ്ട് പ്രാവശ്യം 120 ഇൻറ്റു 3 എത്ര കിട്ടും 360 രൂപയായിരിക്കും ആർക്ക് കിട്ടുന്നുണ്ടാവാം വൈക്ക് ഇവിടെ കിട്ടുന്നുണ്ടാവാം. സോ ദ ആൻസർ ഇസ് 360. ക്ലിയർ. The question എന്തായിരുന്നു in a certain code language paint is coded as 93546 അല്ലെ പെയിന്റിനെ നമ്മൾ എങ്ങനെ കോഡ് ചെയ്തിരിക്കുന്നു 93546 എന്ന് കോഡ് ചെയ്തിരിക്കുന്നു അല്ലെ. എക്സൽ ഈസ് കോഡഡ് as എക്സൽ എന്ന് പറയുന്ന സാധനത്തിനെ നമ്മൾ എങ്ങനെയാണ് കോഡ് ചെയ്തിരിക്കുന്നത് 78271 എന്നാണ് കോഡ് ചെയ്തിരിക്കുന്നത് അല്ലെ 78271. Then how accept will be coded എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ നോക്കിയ ആക്സെപ്റ്റിലെ എല്ലാ ലെറ്റേഴ്സും പെയിന്റിലും എക്സലിലും കിടക്കുന്നില്ലേ അല്ലെ. എ ഇതാ ഇവിടെ എക്ക് എന്താ കൊടുത്തിരിക്കുന്നത് 3. അപ്പൊ ആ 3 എടുത്ത് എഴുതി വെച്ചു. സിക്ക് എന്താണ് കൊടുത്തിരിക്കുന്നത് സിക്ക് 2 ആണ് കൊടുത്തിരിക്കുന്നത്. സോ സിക്ക് 2 എന്ന് എഴുതി അല്ലെ. അപ്പൊ നമുക്ക് ഈ ഓപ്ഷൻ അല്ലാന്ന് ക്ലിയർ ആയി 3 2 പിന്നെ വീണ്ടും സിക്ക് 2 തന്നെയാണ് വരിക. ഇക്ക് എന്താണ് കൂടിയ ഇക്ക് 7 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ 7 എന്ന് കോഡ് ചെയ്തു. പിക്ക് നോക്കൂ പിക്ക് 9 ആണ് കൊടുത്തിരിക്കുന്നത്. 3 2 2 7 9 എന്ന് വരുന്ന ഒരൊറ്റ ഓപ്ഷൻ ഉള്ളൂ ഇതിനകത്ത്. സോ അതേതാണ് ഓപ്ഷൻ ഡി ആണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. അപ്പൊ നമുക്ക് ചില ചോദ്യങ്ങളിൽ ഇവിടെ തന്നിരിക്കുന്ന അതേ ലെറ്റേഴ്സ് തന്നെയാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ബാക്കി തന്നിരിക്കുന്ന എന്താ പറയാ വേർഡ്സിലൊക്കെ ഉള്ളതെങ്കിൽ അത് തന്നെ എടുത്ത് എഴുതി വെച്ചാൽ മതിയാവും ചിലതിലൊക്കെ. ഓക്കെ അപ്പൊ ഇവിടുത്തെ കേസ് എന്താണ് 3 2 2 7 9 6 ആയിരിക്കും ഇതിന് ആൻസർ വരിക. ടിക്ക് 6 തന്നെയല്ലേ ഇതാ ഇവിടെ നോക്കൂ ടിക്ക് നമുക്ക് എന്താണ് 6 തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സോ 3 2 2 7 9 6 സിമ്പിൾ അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ a sum of money doubles in 14 years. In how many years would it triple if the rate of interest is considered as simple interest പ്രത്യേകത എന്താ എല്ലാ വർഷവും സെയിം എമൗണ്ട് ആയിരിക്കും നമുക്ക് കിട്ടുക അല്ലെ. 14 വർഷം കൊണ്ട് ആ എമൗണ്ട് ഡബിൾ ആയി മീൻസ് ആദ്യം
പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന സാധനം നമ്മൾ ഇട്ട പൈസ പ്ലസ് വീണ്ടും ഒരു പ്രിൻസിപ്പിൾ കിട്ടിയിട്ടുണ്ടാവും 14 വർഷം കൊണ്ട്. അപ്പൊ ഇത് ട്രിപ്പിൾ ആവാന്ന് പറയുമ്പോൾ ഒരു പ്രിൻസിപ്പിൾ കൂടെ കിട്ടുന്നതല്ലേ നമുക്ക് ട്രിപ്പിൾ ആവാം. അപ്പോ 14 വർഷം കൊണ്ടാണ് ഒരു പ്രിൻസിപ്പിൾ വന്നില്ലെങ്കിൽ വീണ്ടും ഒരു 14 വർഷം എടുക്കും അടുത്തൊരു പ്രിൻസിപ്പിൾ വരും. സാധാരണ സിംഗിൾ ഇൻട്രസ്റ്റ് ആണല്ലോ. അപ്പൊ ഈ എമൗണ്ടിൽ തന്നെയായിരിക്കും പലിശ കണക്കാക്കിക്കൊണ്ടിരിക്കുന്നതിനാവും. അപ്പൊ വീണ്ടും ഫീ വരണമെങ്കിൽ ഒരു 14 വർഷം കൂടെ വരും. സോ ടോട്ടൽ 28 ഇയേഴ്സ് കൊണ്ടായിരിക്കും ട്രിപ്പ് ആവാം. 4 മടങ്ങാവുന്ന എത്രയെന്ന് വെച്ചാൽ വീണ്ടും ഒരു 14 കൂടെ ഇതിനോടൊപ്പം കൂട്ടുക. അപ്പൊ 14 പ്ലസ് 14 പ്ലസ് 14 എത്രയാ 42 വർഷം കൊണ്ടായിരിക്കും അത് ട്രിപ്പിൾ ആവുക. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇത്രയും ചോദ്യങ്ങളായിരുന്നു നമ്മുടെ ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത് അല്ലെ. അപ്പൊ ഏകദേശം എല്ലാവർക്കും അടിപൊളിയായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു അല്ലെ. അപ്പൊ അതെല്ലാവരും ആൻസർ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കണ്ടുപിടിക്കാം. അപ്പൊ അതുവരേക്കും താങ്ക് യു വെരി മച്ച്.